ആസന വരുന്നത്. നിങ്ങൾ യോഗ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, യൂട്യൂബിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നായ്ക്കള് കൊട്ടയ്ക്കകത്ത് ചുരുണ്ടുകൂടി കിടക്കുന്നത് പോലെ വളഞ്ഞു തിരിഞ്ഞ് ഒടിഞ്ഞു മറിഞ്ഞിരിക്കുന്ന കുറെ അഭ്യാസങ്ങളെ ആസന എന്ന് പറയും. ആസന, യോഗ ആസന എന്ന് വെച്ചാൽ ശരീരത്തെ ഒരു പ്രതിമ പോലെ അചഞ്ചലമായി, നിശ്ചലമായി, ഒരു ചലനവുമില്ലാതെ 3 മണിക്കൂർ കുറഞ്ഞത് ഇരിക്കുവാൻ തക്കവിധം ശരീരത്തെ പ്രാപ്തമാക്കും. മനസ്സിലായി? വിരിച്ച് 3 മണിക്കൂർ നിശ്ചലമായിട്ട് ശ്വാസത്തെ പോലും നിരീക്ഷിക്കാതെ, ശ്രദ്ധിക്കാതെ ഇരിക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ യോഗ ആസന എന്ന് പറയാം. മനസ്സിലായോ? ഇതിനെന്തായിരിക്കും പറയുക? ഇതിനൊരു പേരുണ്ട്, പാം ട്രീ. പന, പന പോലെ ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കും. ഇതിന് കാറ്റ് പിടിച്ചായിരിക്കും സംഭവിക്കുക. ആടും അല്ലേ? അപ്പോ ഈ ഒരു സ്ട്രെച്ചിങ് മാറാതെ, ഇതിന് മാറ്റം വരാതെ, ഈ അലൈൻമെന്റ് മാറാതെ ഇവിടുത്തെ ബെൻഡ് ചെയ്യണം. ഒട്ടല് കേട്ടോ, ഒച്ച കേട്ടോ. മനസ്സിലാവോ? ഈ അലൈൻമെന്റ് മാറും. കാല് ഒരൽപ്പം എന്ന് വെച്ചാൽ ഒരു അരയടി, 6 ഇഞ്ച് ഒന്ന് ബെൻഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. അതേപോലെ തന്നെ അപ്പുറത്തേക്ക് പോകും. കായ് നോക്കുക. നമ്മുടെ കുച്ചിപ്പൊടിയും മറ്റുമൊക്കെ ചെയ്യുന്ന, നാടോടി നൃത്തമൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ കുഴഞ്ഞല്ല. ആ സ്ട്രെച്ചിങ് അതാണ് നടക്കുന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഇവിടുന്ന് നട്ടല്, എല്ലാ പേശികളും, ഞരമ്പുകളും എല്ലാം വലിഞ്ഞു. ഈ സ്ട്രെച്ചിങ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് ബെൻഡ് ചെയ്യുക. ഈ ഇങ്ങനെ ലൂസാവരുത്. നമ്മൾ ഫോട്ടോ സെക്ഷൻ അല്ല, ഫാഷൻ പരേഡ് അല്ല, ഇതൊന്നുമല്ല. ഇങ്ങനെ വേണ്ടേ അല്ലേ? ഐബോൾസിന് മാറ്റം വരാതെ, ഐബോൾസിന് ചലനം വരാതെ ഇത് ചെയ്യണം. ഇവിടുന്ന് 1 inhale up, exhale down, 2 inhale up. മോനെ താഴത്തോട്ടല്ലോ, ഞാൻ പറഞ്ഞു ഓർമ്മ. ആണായിട്ട് അല്ലെങ്കിൽ പെണ്ണായിട്ട് നേരെ നോക്കി, നട്ടിൽ നോക്കി, ഐബോൾസ് നേരെയായിട്ട് ഇങ്ങനെ ഞാൻ നിൽക്കുമ്പോ എവിടെയാണോ നോക്കിയിരിക്കുന്നത് അവിടുന്ന് ഐബോൾസ് മാറരുത്. ഓക്കെ, 1 ശ്വാസം വിട്ടു, up 2 up 3 up 4